ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മൾ ഇന്ന് കണ്ടിയൂർ വ്യൂ പോയിന്റ് കാണാൻ കയറി കേട്ടോ. നമ്മളെ സ്ഥലത്ത് എത്തിയിരിക്കുന്നു ഗൈസ്. ഗൈസ്, ഇതൊരു നിരോധിത മേഖലയാണ്. ഞങ്ങൾ നിരോധിത മേഖലയിലേക്ക് കയറാൻ പോവാണ്. ഞങ്ങൾ വിചാരിച്ചു വെയിലായതുകൊണ്ട് അതെ കോട കിട്ടില്ല, പക്ഷെ കോട ഉണ്ട് ഗൈസ്. വാവ്, നല്ല കോട. എവിടെ പോയാലും മഞ്ഞപ്പൂ ഉണ്ടല്ലോ. ഇത് സീത ഗൈസ്, സീത വീണ്ടും നന്ദ ഇവിടെ. നന്ദ ഒരു ഹായ് കൊടുത്തേ. മീനു, ഇത് മീനു മധു ഗൈസ്, മീനു മധു. അപ്പോൾ ഞങ്ങളെല്ലാവരും മോളിൽ പോയിട്ട് നമുക്ക് വ്യൂ കാണാം ഗൈസ്. നല്ല വെയിൽ, സമയം ഒരു 7 മണിയായിട്ടുള്ളൂ. ഞങ്ങൾ നേരത്തെ എണീച്ച് ഞങ്ങൾ വന്നിരിക്കുന്നു ഗൈസ്. അപ്പോൾ അടിപൊളി വ്യൂ ഒക്കെയാണ്. നമുക്ക് മോളിൽ കയറി നോക്കാം. പോണ വഴി ഫുള്ളും അടിപൊളിയാണ് ഗൈസ്, കൊള്ളാം. ഒരു മോളുടെ സൗണ്ടൊക്കെ കേൾക്കണില്ലേ? എന്തോ ഇവിടെ ഫുൾ വ്ളോഗർമാരെ കൊണ്ട് തട്ടി നടക്കാൻ പോയ ഗൈസ്. മഴയില്ല, പക്ഷെ അവിടെ മൊത്തം വെള്ളം. ഇത് തീരുന്നില്ലല്ലോ പോകാനെ. നീല ഷൂട്ട് നമ്മൾ ഇട്ടോ സീത? ഞാൻ പറഞ്ഞ ചെരുപ്പൂരി നടന്നോ? അതെ, ഇടുങ്ങിയ വഴി ഗൈസ്, ഇടുങ്ങിയ വഴി. അയ്യോ അടുത്ത് വീഴല്ലേ മക്കളെ, വീഴല്ലേ. ഓ ഞാൻ മോൾ നടക്ക്. ഇത്രയും ആൾക്കാർ ഇത് കൂടെ പോയിട്ടാണ് ഇതാണ് വഴിന്ന്. സൂക്ഷിച്ചു പോവാ. ഞാൻ എടുത്തോണ്ടിരിക്കുകയാണ് മോളെ വ്യൂ. പക്ഷെ വ്യൂ പോയിന്റ് ഇതല്ല, കുറച്ചുകൂടെ കയറണം. ഈ കോടമഞ്ഞ് നോക്കടി. നല്ല കോട ഗൈസ്, സ്വർഗം ഇവിടെയാണ് ഗൈസ്. നിങ്ങൾ ഇവിടേക്ക് വരൂ ഗൈസ്. ഈ വേഴ സമയത്ത് പോലും കോടമഞ്ഞ് കണ്ടോ നിങ്ങൾ? ഇവിടേക്ക് വരുമോ? ഞങ്ങൾ കയറി മടുത്തു കേട്ടോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. സമയം എത്രയായി? സമയം 7:30. ഈ സമയത്ത് കിടന്നുറങ്ങിക്കൊണ്ടിരുന്ന് രാവിലെ 7:30 കേട്ടോ. ഈ സമയത്ത് കിടന്നുറങ്ങിക്കൊണ്ടിരുന്ന ഞങ്ങളാണ് ഈ മല കയറാൻ വന്നത് ഗൈസ്. എസ്തറ്റിക് സീതയാണ്. എന്താ സീത എസ്തറ്റിക് എടുത്തോ? കാണിക്ക്. എടുക്കുന്നു. എസ്തറ്റിക് സീതാക്കി ഓൺ ദ സ്റ്റേജ്. എന്തേലും കിട്ടുവാണക്ക്, എന്തേലും. എങ്ങനെ ഇഷ്ടപ്പെട്ടോടി? അടിപൊളി. ഞങ്ങൾ സ്വർഗത്തിലെത്തി. ഇത്ര വലിയ പ്രതീക്ഷയില്ല കേട്ടോ. വീണ്ടും എസ്തറ്റിക് സീത ഓൺ ദ സ്റ്റേജ്. ഹെൽമെറ്റ് വെച്ചിരിക്കുന്ന പനി വരാണ്ടിരിക്കാൻ വേണ്ടിയാണ് സീത ഹെൽമെറ്റ് വെച്ചിരിക്കുന്നത്. ഞങ്ങൾക്ക് മഞ്ഞ് അലർജിയാണ് ഗൈസ്. പക്ഷെ ഞങ്ങൾക്ക് മഞ്ഞ് കൂടെ പോകണം. അലർജിയാണ്, ഞങ്ങൾക്ക് മഞ്ഞ് കൂടെ പോകണം. അതെ, നമുക്ക് അലർജി ഇല്ല. അത് ശരി, കേറങ്ങട്. ഇത് കഴിയുന്നില്ലല്ലോ. ഞാൻ ഇപ്പൊ കഴി വിചാരിക്കണേ. ഇന്നലെ മഴ പെയ്താവോ? ഇവിടെ ഫുള്ള് മഞ്ഞിൻ്റെത് വെള്ളമാണ്. സോഷ്യൽ ഓർക്കുന്നു. വീണ്ടും കാട്ടിനകത്ത് കൂടെ കേറുന്നു ഗൈസ്. അയ്യോ, ഈ പെണ്ണ് എന്തോന്നോ വീഴുന്നോ? ആര് വീഴുന്നു? ലാസ്റ്റ് എത്തി. ഇതാണ് മെയിൻ പോയിന്റ്. ഇനി ഇല്ല കേട്ടോ. ഇത്തിരി നേരം പറഞ്ഞ് സാമ്പിൾ പിടിക്കട്ടെ. ഇപ്പൊ നമ്മൾ മെയിൻ പോയിന്റിലേക്ക് എത്തിയിരിക്കുന്നു ഗൈസ്. പാറയൊക്കെ ഉണ്ട്, കാണിച്ചിട്ടേക്ക്. കിതക്കുന്നു. സ്റ്റാമിന ഇല്ലാത്തതുകൊണ്ടൊന്നുമല്ല, രാവിലെ ഒന്നും കഴിക്കാത്തതുകൊണ്ടാണ് ഞങ്ങൾ കിതക്കുന്നല്ലടി. കഴിച്ചെങ്കിൽ നമ്മളിങ്ങനെ ആയാണ്. ഇത് ഫുഡ് കഴിക്കാത്തതുകൊണ്ട് മാത്രമാണ്. ഇപ്പം രാവിലെ എനിക്ക് ശീലമില്ലല്ലോ. 7:00 അത് രാവിലെ 6 മണിക്കൊക്കെ എണിച്ച് കഴിഞ്ഞാൽ നമുക്ക് ശീലമില്ലാത്ത പരിപാടിയാണ്. എടി പാറ പാറ.
ഇതിൽ കൂടെ കയറും, ഇതൊക്കെ വഴിയുണ്ടല്ലോ. പാറ ഗൈസ്, പാറ. എടി ഇത് കൂടെ ഉണ്ട് ഊട്ട് വഴി. അയ്യാ ശിവനെ, അമ്മേ. എടീ വ്യൂ നോക്കടി, മഞ്ഞ്. ശിവനെ, ഐക്കില്ലർ വർഷ. സീത നീ മീന് കുടുങ്ങിയോടെ ഗൈസ്. കുറച്ച് സമയം ഇവിടെ ഇരിക്കണം ഗൈസ്. കുറേ പേരുണ്ട് കാണാൻ വേണ്ടി. ഞങ്ങൾ വെച്ച് രാവിലെ ഞങ്ങൾ മാത്രം ഉണ്ടാവുന്നു, പക്ഷെ വേറെ ആൾക്കാരും കൊണ്ടിട്ട് കാണാം. പരിപാടി കൊണ്ട് അപ്പൊ നീ ഇതുവഴി എന്നോട് ഇറങ്ങാൻ പറഞ്ഞേ. ഇവിടെ കണ്ടോ ഗൈസ് വഴി. പോയി നോക്കാം. അടി പറഞ്ഞു പോയോ? അനക്ക് പെൻഡായോ നട്ടല്? ആർക്കടിയത്? പിടിച്ചോ, ഇട്. കാഴ്ച ഇത് എനിക്കുള്ള മാത്രമാണ്, നിങ്ങൾക്ക് ആർക്കുള്ളതല്ല കേട്ടോ, എനിക്കുള്ളതാണ്. ഫുള്ള് കുടമഞ്ഞാണല്ലോ, കണ്ണ് കാണില്ലല്ലോ എനിക്ക്. കുറച്ച് ആൾക്കാർ ഫ്രണ്ടിൽ പോയിട്ടുണ്ടേ, അപ്പം നമുക്ക് അവരുടെ പുറകെ പോകുമ്പോൾ സേഫായി പോയി വരാമല്ലോ. വഴിയറിയത്തില്ല, സത്യം പറഞ്ഞാൽ വഴിയറിയില്ല, അത് പ്രശ്നം. സോറി, വീണ്ടും വ്യൂ പോയിൻ്റ് ആയില്ല അത്ര. ആ സെക്കൻഡ് വ്യൂ പോയിൻ്റ് ആയിരുന്നു. മെയിൻ വ്യൂ പോയിൻ്റ് മുകളിലുണ്ട് തോന്നുന്നു. ഞാൻ ഫസ്റ്റ് ടൈം, അതുകൊണ്ട് എനിക്ക് അറിയത്തില്ല കേട്ടോ. ഇത് നമ്മൾ ലാസ്റ്റ് ആണ് എന്ന് വിചാരിക്കുന്നു. ഹലോ അമ്മേ പേടിക്കണ്ട, വീടാൻ പോയതാണ് ഗൈസ്. ഞാനൊരു കാട്ടിനകത്ത് കൂടെ പോകുന്നത്. നേച്ചർ ഇറ്റ്സ് വെരി ബ്യൂട്ടിഫുൾ ഗൈസ്. എടി കല്ലൊക്കെ നോക്കടി. അയ്യോ ഞാൻ മടുത്തു. കൊള്ളാം, പോകുന്ന റൂട്ട് കാണാൻ കൊള്ളാം ഗൈസ്. സ്പൈഡർമാൻ, വാവ്, സ്പൈഡർമാൻ ഈസ് ഓൺ ഹിയർ. ഒരു പൂ കണ്ടു ഗൈസ്, അടുത്ത പൂ. ഇതെന്ത് പൂവാണ്? ഇതെന്ത് പൂവാടി? ഇത് സത്യം പറഞ്ഞാൽ നമ്മുടെ വീട്ടിലുള്ള പൂച്ചെടിയെക്കാട്ട് പൂവിടെ ഉണ്ട് കേട്ടാ. സത്യം കാണണ്ട മക്കളൊക്കെ. ഓക്കെ ലാസ്റ്റ് ഫൈനൽ എത്തിന്ന് വിചാരിക്കുന്നു നമ്മൾ. ഇനി ഇതിന്റെ മുകളിൽ ഇല്ലാന്ന് വിചാരിക്കുന്നു. ഫുൾ ശൂന്യാകാശമാണ്. നൈറ്റ് സ്റ്റേ ഉണ്ടായി തോന്നുന്നു ഗൈസ്. അവിടെ പാറ കിടക്കുന്നതായിരിക്കും. ഗൈസ് മെയിൻ വ്യൂ പോയിന്റ് ഇതാണ്. എന്തിനാ അവിടെ നിക്കുന്നേ? ഫുള്ള് സീതയുടെ എസ്തെറ്റിക്സ് മാത്രമേ ഉള്ളൂ. കേറി മൊത്തം ഇറങ്ങണല്ലേ ഗൈസ്, കേറി മൊത്തം ഇറങ്ങണം ആലോചിക്കുമ്പോ ഈ വ്യൂ പോയിന്റ് അങ്ങനെ വിട്ടു പോകാൻ തോന്നുന്നില്ല. വേറെ വഴിയില്ലാത്തോണ്ട് നമ്മള് പോവാണല്ലേ കുട്ടാ. ഇഷ്ടപ്പെട്ടോ? ജലദോഷം തുടങ്ങിയിരിക്കുന്നത്. ആർക്കാ ജലദോഷം സ്റ്റാർട്ട് ചെയ്തു? രണ്ട് ഇണക്കുരുവികളാണ് ഇവര്. അതെ, അപ്പൊ ഞങ്ങൾ പാക്കപ്പ് ആവാൻ പോവാണ് അല്ലേ? പാക്കപ്പ് അല്ലേ? 8 മണി ആയിട്ടേ ഉള്ളൂ. നമുക്ക് ടൈം നിൽക്കണമെന്നുണ്ട്, പക്ഷെ ഇവിടെ ഒന്നും കാണാനില്ല. അധികം നേരം നിന്ന് കഴിഞ്ഞാൽ നമ്മളെല്ലാവരും ഒന്നിച്ച് കിടക്കാം. ഫെയിം ആഗ്രഹിക്കാത്ത ആൾക്കാരാണ് എന്റെ കൂടുതൽ ആൾക്കാർ. ഫുൾ ഇൻട്രോവേർട്സ് ആണ് അല്ലേ? ഇൻട്രോവേർട്സ് ആണ്. ഹെൽമെറ്റ് എവിടെ? എനിക്ക് ബോധമുണ്ട്. ആകെ ഞങ്ങൾ കൊടുത്തിട്ട് ബോധമുള്ളത് മീനും അതിന് മാത്രം കേട്ടോ. ഒരു ഇറങ്ങാൻ കണ്ട് കുഴപ്പമില്ലല്ലോ. ഇറങ്ങാൻ കുഴപ്പമില്ല ഗൈസ്. കയറുമ്പോഴാണ് ബുദ്ധിമുട്ട്. ഇറങ്ങുമ്പോൾ നമ്മൾ നൈസായിട്ട് ഇറങ്ങി പോകുന്നുണ്ട്. ഇപ്പോഴും കോടമഞ്ഞ് ഇറങ്ങിയിട്ടില്ല ഇവിടെ. കുഴപ്പമില്ല, കുറേ ആൾക്കാർ വരുന്നുണ്ട് കേട്ടോ. തമിഴ്നാട്ടിൽ നിന്നാണെങ്കിലും ആൾക്കാരുണ്ട്. ഇന്ന് സംസാരിച്ചില്ല, 2-3 ചേട്ടന്മാരും തമിഴാണ് സംസാരിക്കുന്നത്. അപ്പോൾ അവിടുത്തെ ആൾക്കാർ അട്ടപ്പാടി കാണാൻ വേണ്ടിയില്ലേ ഗൈസ്. കൊള്ളാം. അപ്പം അട്ടപ്പാടി കിടക്കാൻ ഞങ്ങളത് കാണാത്തത്, ബാക്കി എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. വഴുക്കുന്നുണ്ട്. മീന് ചെരുപ്പം എന്താടി ഊരിയേ?
സത്യം പറഞ്ഞാൽ വഴുക്കണം, നന്നായിട്ട് വഴുക്കണ്ട് ഗൈസ്. സൂക്ഷിച്ച് വടി വേണം. നമ്മൾ വീണ് കഴിഞ്ഞാൽ നമ്മൾ താഴെത്തും, എളുപ്പത്തിൽ താഴെത്തും നമ്മൾ. പിന്നെ വൈറ്റ് ഡ്രസ്സ് ആയതുകൊണ്ട് മാത്രം നമ്മൾ ആ സാഹചര്യത്തിൽ മുതിരാത്തതാണ്. നമ്മൾ സെക്കൻഡ് കടമ്പ എത്തിയിട്ടുള്ളൂ, ഇനി ഒരു കടമ്പയും കൂടെ നമുക്കുണ്ട്. അതും കൂടെ കഴിഞ്ഞ് നമ്മൾ താഴെത്തും ഗൈസ്. കാല് ഗൈസ്, കാല് കണ്ടോ നിങ്ങൾ? കുറെ കാല്, നല്ല കാലുകൾ അടി അതിന്. എന്റെ മേത്ത് കയറിട്ട് നോക്കത്, എന്റെ മേത്ത്. അട്ടേനെയും തേരട്ടിനൊക്കെ പേരുള്ള ആൾക്കാരാ കഴിച്ചവരൊക്കെ. നമുക്ക് താഴെ പോയി നോക്കി നടക്ക്. അതെ, താഴെ സുന്ദരി. ആ ചെക്കന്മാര് പറഞ്ഞിട്ട് പുറകെ പോവല്ലടാന്ന്. എന്ത് ചെയ്യാനാ, അവരെങ്ങനെ പറഞ്ഞു? എടി അവര് പറഞ്ഞു കേട്ടോ, എടി പുറകെ പോവല്ലടാ ചെക്കന്മാര്. അതെ, ഇവിടുന്ന് ഉരുണ്ട താഴെ എത്താട്ടോ നമുക്ക്. നിങ്ങള് ഇത് സീതയുടെ അമ്മ പറഞ്ഞ പുല്ലാണ്. പേരെന്താണ് എന്റെ പുല്ലിന്റെ പേര്? ശരിക്കും പേരൊന്നും സ്മെല്ലുണ്ട്. അത് അരച്ചിട്ട് കുടിക്കാൻ. ഇത് വെള്ളത്തിന് തിളപ്പിച്ചിട്ട് ആവി പിടിക്കണം, നല്ലതാണ് കഴിച്ച്. നമുക്ക് പനിയൊക്കെ ഇതാണ് അട്ട. ഇത് എടുത്ത് കളയുന്നത്. ഇവിടെ ഇല പറിക്കുവോ, എന്നിട്ട് നമ്മളിങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ആക്കിയിട്ട് ഇതാ ഗൈസ് അട്ട. കുഞ്ഞട്ടയാണ്, വളർന്നു വരുന്ന അട്ടയാണ്. നമ്മൾ അപ്പൊ ജീവിക്കാൻ സമ്മതിക്കും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, നമ്മളിങ്ങനെ വിടും. പാട്ടോട് നന്മയുള്ള ലോകമേ. സൂര്യനെ കണ്ടു ഞങ്ങൾ മലയിൽ. സൂര്യനെ കാണുന്ന എന്റെ ആഗ്രഹം അങ്ങ് അവിടെ നിന്ന് കേട്ടു. ഞാൻ ദൈവത്തോട് പറയുക സൂര്യനെ കാണുന്നത്. അപ്പൊ ദൈവം സൂര്യനെ കാണിച്ചെന്ന് എനിക്ക് 2 സെക്കൻഡ് കാണിച്ചെന്നല്ലോ. ആ 2 സെക്കൻഡ് എനിക്ക് ആ ഒരു ബ്ലെസ്സിങ്സ് കിട്ടി ഗൈസ്. വന്നു, നമുക്ക് സൂര്യന്റെ പാട്ട് പാടി കൊടുത്താലോ? റെഡി, 1 2 3 സ്റ്റാർട്ട്. സൂര്യൻ വന്ന് കാണുന്നവർക്കടി മനസ്സിലാവും. അപ്പോൾ നമ്മുടെ പരിപാടി നമ്മൾ ഇറങ്ങുവാണ് കേട്ടോ. അവിടെ നിന്ന് വന്നത് ഭയങ്കര വെയിൽ ഇവിടെ. അപ്പോൾ ഞങ്ങളുടെ വ്ളോഗ് ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഞങ്ങളൊക്കെ കൈസ് പോണു. ബൈ. അവിടെ അവർ ഫോട്ടോഷൂട്ടാണ്. അപ്പോൾ ഞങ്ങൾ പോണു. ബൈ.